ഹായ് ഫ്രണ്ട്സ്, രാവിലെ തന്നെ ചേട്ടൻ വിളിച്ചിരുന്നു പുറത്ത് എവിടെയെങ്കിലും മോനെയും കൊണ്ട് പോവാം. അപ്പം തന്നെ ഞാൻ വിട്ടടിച്ച് പറഞ്ഞു നമുക്ക് ട്രിവാൻഡ്രം മ്യൂസിയത്തിൽ പോയാൽ മതി. അവിടെ ആകുമ്പോൾ മോന് കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ വാരിക്കെട്ടി എല്ലാം കൂടെ നുള്ളി പറക്കി ഇറങ്ങി നേരെ മ്യൂസിയത്തോട്ട് ഇറങ്ങി. പിന്നെ മോൻ അവിടെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ എനിക്ക് വലിയ സന്തോഷം തോന്നിയില്ല. എന്നാലും കുറച്ച് ഓർമ്മകളൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന സ്ഥലമായിരുന്നു. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഡിഗ്രി ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വന്ന ക്ലാസ്സില്ലാത്ത ടൈമിലൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ മാറ്റിത്തിരിഞ്ഞൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ പഴയ കോളേജൊക്കെ ഓർമ്മ വന്നു, ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. എന്നാലും മോന് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് പുള്ളി തിരിഞ്ഞ് നോക്കിയിട്ട് എന്നെ വിളിക്കും, വാ അമ്മ എന്ന്. പിന്നെ ഒരു മക്കൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയത് കേട്ടോ. എന്തായാലും മോന് ഭയങ്കര സന്തോഷമായി. കാരണം അവന് ഇത് മ്യൂസിയം 60 ശേഷം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മുടെ മ്യൂസിയത്തിൽ കുറേ അതിഥികളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുറേ കാര്യങ്ങൾസ് ഉണ്ട്. ബേർഡ്സൊക്കെ ഇതൊക്കെ പുതിയ ഇനമാണ് കേട്ടോ. നേരത്തെ ഒന്നും ഞാൻ വന്ന സമയത്ത് ഇത് കണ്ടിട്ടില്ല. അങ്ങനെ കുറേ പേര്, ഒരാൾ ഭയങ്കര വിളിയെന്ന് വെച്ചാൽ ആദ്യമായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ആളിങ്ങനെ കടന്ന് വിളിയായിരുന്നു, ഈ സാധനം എഴുതി ഇവിടെ ഭയങ്കര വിളി. പക്ഷെ അവനധികം വീഡിയോ എടുക്കാൻ പറ്റും, കാരണം അവൻ കയറി പൊക്കെ പുറത്തങ്ങ് ഇരുന്ന് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ കൊക്കിൻ്റെയൊക്കെ സ്ഥലത്ത് നിന്നപ്പോൾ നിറയെ കൊക്കുണ്ട്. പക്ഷെ അത്രയും എൻ്റെ ഈ കുഞ്ഞു ക്യാമറയിൽ ഫുൾ കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മോനാണെങ്കിൽ എത്ര കണ്ടിട്ടും അവന് എഴുതി വരാനേ അവന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്നേക്കിനെയൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവിടെ നിന്നൊക്കെ പതുക്കഞ്ഞ് വന്നത്. പിന്നെ അത്യാവശ്യം കുറേയേറെ നമുക്ക് പഴുതിനേക്കാളും മ്യൂസിയത്തിൽ കുറേയേറെ കാണാമെന്നുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ പതുക്കെ നടന്ന് വന്നപ്പോഴാണ് സ്നേക്കിൻ്റെ അടുത്തെത്തി. അപ്പോൾ അത്ര അടുത്തവൻ സ്നേക്കിനെയൊക്കെ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. കുറേ നേരം അവിടെ തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. സ്നേക്കിൻ്റെ അടുത്ത് കുറേ നേരം നിന്നു. ആശ ഇങ്ങനെ അടുത്ത് തോന്നി. പിന്നെ പറയണം അവനൊന്ന് തൊടണോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ തൊടാനൊന്നും പറ്റില്ല, ഒക്കെ അത് വഴക്കൊക്കെ പറയുമെന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ അങ്ങ് മിണ്ടാതെ അങ്ങ് നിന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ വിശപ്പിൻ്റെ ഒരു വിളി വന്നു. 2 മണിയായി. എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ വിട്ടടിച്ച് ഞങ്ങളുടെ ഒരു ഹോട്ടലിൽ കയറി. ഞാൻ ചിക്കൻ ബിരിയാണി, മോന് ചിക്കൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ചേട്ടൻ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ കട്ട വെയിറ്റിങ്. അത് കഴിഞ്ഞപ്പോൾ മോനാണെങ്കിൽ ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നപ്പം എൻ്റെ ചിക്കൻ ബിരിയാണിയും ചേട്ടൻ്റെ ബീഫ് ബിരിയാണിയും വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു മോന് ഒരു ഐസ്ക്രീമേ ആദ്യമേ വേണമെന്നും പറഞ്ഞ് ഭയങ്കര ഷാക്കിയായിരുന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീമും കൂടെ എടുത്തോളാം. അങ്ങനെ മോൻ്റെ ഐസ്ക്രീം വന്നപ്പോൾ അവൻ പിന്നെ തിരിഞ്ഞൊന്നും നോക്കില്ല. അവൻ്റെ ഐസ്ക്രീം എടുത്തുകൊണ്ട് ഒരു സൈഡിൽ കൊണ്ടുവച്ച് അവൻ കഴിച്ചു. പിന്നെ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു, കഴിക്കാനൊക്കെ ഫുഡ് നല്ല സൂപ്പർ ഫുഡായിരുന്നു. നല്ല സൂപ്പറായിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്തു. എന്നാലും താങ്ക് യു ഫോർ